അറിയിച്ചു. നിലവിൽ സജി ചെറിയാനാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നാളെ 2 MLA-മാർ കൂടി മന്ത്രിസഭയിലേക്ക് കടക്കുകയാണ്. നാളെ സത്യപ്രതിജ്ഞ നടക്കുന്നു. ഈ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ ഒരു ധാരണയുണ്ടെങ്കിൽ പോലും റീഷഫ്ലിംഗിനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെടുകയാണ് നിയുക്ത മന്ത്രി ഗണേഷ് കുമാർ. അദ്ദേഹം സ്വാഭാവികമായും സിനിമയിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ്. ആ ഒരു നിലയിൽ ഈ ഒരു ആവശ്യം പരിഗണിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം ആണ് അരുൺ? റീഷഫ്ലിംഗിനുള്ള ഒരു സാധ്യതയുമില്ല. 2 മന്ത്രിമാർ മാറുന്നു, പകരം 2 മന്ത്രിമാർ വരുന്നതിനപ്പുറത്തേക്ക് കാര്യമായ അഴിച്ചുപണി മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. നേരത്തെ അത് വ്യക്തമായതാണ്. നാളെ കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിണറായി മന്ത്രിസഭയിലേക്ക് വരും. 2 മന്ത്രിമാർ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും കഴിഞ്ഞ ഞായറാഴ്ച രാജിവെച്ചിരുന്നു. അതിനെ തുടർന്നാണ് 2 ഒഴിവുകൾ. ഇത് ഈ 2ാം പിണറായി സർക്കാർ തുടക്കകാലത്ത് തന്നെ മുന്നണിയിലുണ്ടായ ധാരണയാണ്. ഒരു MLA-യെങ്കിലുമുള്ള എല്ലാ ഘടകകക്ഷികൾക്കും, അതിൽ RJD ഒഴികെയുള്ള എല്ലാ ഘടകകക്ഷികൾക്കും, പിന്നെ പുറത്ത് നിൽക്കുന്ന കോവൂർ കുഞ്ഞുവിന്റെ പാർട്ടിയുമാണുള്ളത്, ബാക്കി എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കാൻ നേരത്തെയൊന്നും ഇല്ലാത്ത തരത്തിലൊരു തീരുമാനം ഇടതുമുന്നണി എടുത്തിരുന്നു. അതിന്റെ ഭാഗമായ 2 മന്ത്രിമാർ മാറി പകരം മന്ത്രിമാർ വരുന്നത്. ഇപ്പോഴത്തെ ഒരു രസകരമായ കൗതുകരമായ വാർത്ത, സിനിമാ വകുപ്പ് കൂടി കെ.ബി. ഗണേഷ് കുമാർ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, സൂചനകളനുസരിച്ച് ആന്റണി രാജുവിന്റെ ഗതാഗത വകുപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനായി മാറ്റിവച്ചിരിക്കുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2001-ൽ കെ.ബി. ഗണേഷ് കുമാർ KSRTC ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ആ വകുപ്പ് തന്നെ വീണ്ടും അദ്ദേഹത്തിന് നൽകാനാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം. മന്ത്രിമാർക്ക് വകുപ്പ് വിഭജിച്ചു നൽകാനുള്ള പൂർണ്ണ അധികാരം, അവകാശം മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി നിർദ്ദേശം ഗവർണർ അംഗീകരിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ കെ.ബി. ഗണേഷ് കുമാറിന് ഗതാഗതവും അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ, പുരാവസ്തു വകുപ്പുകളുമാകും നൽകുക. അഹമ്മദ് ദേവർകോവിലിന്റെ വകുപ്പുകൾ അതായിരുന്നു. പക്ഷേ ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ ആവശ്യപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടിയും ആവശ്യപ്പെടുന്നത് സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ നൽകണമെന്നുള്ളതാണ്. ഗതാഗതമില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊരു അഭിപ്രായം കൂടി അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അവർ ഗതാഗത വകുപ്പിനോടൊരു വിമുഖത കാട്ടിയതാണ്. പക്ഷേ മുന്നണി തീരുമാനം അംഗീകരിച്ചു പോകാം എന്നതുകൊണ്ടാണ് ആ വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായത്. സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണ് കെ.ബി. ഗണേഷ് കുമാർ. സിനിമാ താരമാണ്. ഇപ്പോൾ സജീവമായി തന്നെ സിനിമാ മേഖലയിലുള്ള ആളാണ്. മാത്രമല്ല 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്ത ആൾ കൂടിയാണ് കെ.ബി. ഗണേഷ് കുമാർ. സിനിമാ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നടപ്പാക്കിയ മന്ത്രി കൂടിയായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് സിനിമാ വകുപ്പിൽ തന്നെ തുടർന്നും വരണമെന്ന ആഗ്രഹമുണ്ട്. അക്കാര്യമാണ് മുഖ്യമന്ത്രിയെ പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഗണേശ് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു ലഭിക്കുന്ന സൂചന. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, സൂചനകളനുസരിച്ച് വകുപ്പുകളുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല. അതിന് കാരണം CPM-ന്റെ മന്ത്രി സജി ചെറിയാൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സജി ചെറിയാൻ നിലവിൽ സാംസ്കാരിക വകുപ്പിനൊപ്പം സിനിമാ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. 2ാം പിണറായി മന്ത്രിസഭ തുടക്കത്തിൽ തന്നെ സജി ചെറിയാൻ ആ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. പിന്നെ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുമ്പോൾ ചെറിയൊരു സമയം അത് സിനിമാ സാംസ്കാരിക വകുപ്പുകൾ VN വാസവൻ കൈകാര്യം ചെയ്തു. സജി ചെറിയാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വകുപ്പ് തിരിച്ചു നൽകി. ആ വകുപ്പ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ നാളെ ഏതായാലും 2 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഗവർണർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ അധികാരമേൽക്കും. ഗവർണർ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഔറംഗാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. നാളെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം തിരികെ മുംബൈയിലേക്ക് പോവുകയും ചെയ്യും. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞകളുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാജ്ഭവനിലെ പാർക്കിംഗ് ഏരിയയിൽ ഇതിനുവേണ്ടി 1000 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക പന്തൽ തയ്യാറായി കഴിഞ്ഞു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. മന്ത്രിസഭയിൽ കാര്യമായ മാറ്റങ്ങൾ മറ്റൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. 2 പുതിയ മന്ത്രിമാർ വരും, കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. അതിൽ വകുപ്പുകളും നേരത്തെ ഏറെക്കുറെ ധാരണയായിരിക്കുന്നു. സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടെങ്കിലും അത് മുന്നണിയും മുഖ്യമന്ത്രിയും. പക്ഷേ ഒരു കാര്യം, അതായത് ഈ ഗതാഗത വകുപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സിനിമാ വകുപ്പ് ലഭിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. അത് പരിഗണിക്കാൻ തീരെ ഒരു സാധ്യതയില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഉടൻ അങ്ങനെ ഒരു മാറ്റത്തിനുള്ള സാധ്യത കുറവാണ്. അതിന് പ്രധാന കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സജി ചെറിയാൻ. അദ്ദേഹമാണ് നിലവിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ ഒരു മാറ്റം വരുത്താൻ CPM ഉടൻ തയ്യാറാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഗണേഷ് കുമാർ ഔദ്യോഗിക മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ അതിലെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഗണേഷിനെ അറിയിക്കാനാണ് സാധ്യത. ഒരു വലിയ സമ്മർദ്ദതന്ത്രമായോ സമ്മർദ്ദീകമായോ ഗണേഷ് കുമാർ ഈ കാര്യം കൊണ്ട് പോകുമോ എന്ന കാര്യവും വ്യക്തമല്ല. തന്റെ ഒരു അഭിപ്രായം, തന്റെ ആഗ്രഹം മുഖ്യമന്ത്രി അറിയിക്കുന്നതിനപ്പുറത്തേക്ക്
പിന്നീട് എപ്പോഴെങ്കിലും പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അതിനപ്പുറത്തേക്ക് കാര്യമായൊരു പ്രഷർ ഇതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ മുഖ്യമന്ത്രിയുടെ സർക്കാരിൽ ചെലുത്താനും ഇടയില്ല. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഞാനിപ്പോൾ മൻമോഹൻ ബംഗ്ലാവിന് മുന്നിലാണ്. മൻമോഹൻ ബംഗ്ലാവ് ഗണേഷിന് എന്റെ മുൻഗാമി, മന്ത്രിസഭയിൽ മുൻഗാമി ആന്റണി രാജുവിന്റെ ഔദ്യോഗിക വസതി. അദ്ദേഹം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. ഈ വസതി സ്വാഭാവികമായും ഗണേഷ് കുമാർ ലഭിക്കേണ്ടതാണ്. പക്ഷേ ഗണേഷ് കുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഔദ്യോഗിക വസതി വേണ്ട എന്ന് നിലപാടെടുത്തിരിക്കുന്നു. ഔദ്യോഗിക വസതി വേണ്ട, തന്റെ സ്വകാര്യ വസതിയിൽ അദ്ദേഹം മന്ത്രിയായാലും തുടരും. അതാണ് അദ്ദേഹം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതൊരു അപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് അവിടെ ഒഴിഞ്ഞു കിടക്കും എന്ന് കരുതാമല്ലേ? സ്വാഭാവികമായും അങ്ങനെ കരുതേണ്ടി വരും. കാരണം ഗണേഷ് കുമാർ ഔദ്യോഗിക വസതി വേണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മൻമോഹൻ ബംഗ്ലാവിൽ ഒഴിവ് വരും. മറ്റൊന്ന്, അദ്ദേഹം സ്റ്റാഫുകളുടെ എണ്ണം, പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിലൊക്കെ ഗവർണർ വലിയ വിമർശനം സർക്കാരിന് ഉന്നയിച്ചതാണ്. അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യതയുള്ളപ്പോൾ എന്തിന് അത്തരത്തിൽ പെൻഷൻ കൊടുത്ത് പേഴ്സണൽ സ്റ്റാഫുകൾ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് പെൻഷൻ നൽകുന്ന ചോദ്യം ഗവർണർ പലതവണ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ അതിൽ മാതൃകാപരമായ തീരുമാനം എടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് ഔദ്യോഗിക വസതി വേണ്ട, പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം പരമാവധിയിലേക്ക് പോകേണ്ട, തനിക്ക് കുറച്ച് പേഴ്സണൽ സ്റ്റാഫ് മതി എന്നൊരു തീരുമാനം കൂടി ഗണേഷ് കുമാർ എടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അദ്ദേഹം ഔദ്യോഗികമായി അറിയിക്കും. മറ്റൊന്ന്, ഈ മൻമോഹൻ ബംഗ്ലാവുമായി ബന്ധപ്പെട്ട ചില കഥകളാണ്, ചില അവിശ്വസനീയമായ ചില അല്ലെങ്കിൽ അന്ധവിശ്വാസപരമായി പ്രചരിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചവരാരും പിന്നീട് മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല എന്ന വലിയൊരു ചർച്ച, അതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അതൊരു അന്ധവിശ്വാസം എന്ന നിലയിൽ രാഷ്ട്രീയക്കാർക്ക് പ്രചരിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കാൻ പൊതുവിൽ ആളുകൾ താല്പര്യപ്പെടാറില്ല. അതിന് വിരുദ്ധമായി ഇത് ചോദിച്ചു വാങ്ങിയ മന്ത്രിമാരുണ്ട്. അത് തോമസ് ഐസക് അത്തരത്തിലൊരു മന്ത്രിയാണ്. ആന്റണി രാജു ഇതുപോലെ ഇവിടേക്ക് തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് വന്നയാളാണ്. അത്തരത്തിൽ മന്ത്രിമാരുണ്ടെങ്കിൽ പോലും മൻമോഹൻ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി അത്തരമൊരു കഥ പ്രചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം പ്രചരിക്കുന്നുണ്ട്. മൻമോഹൻ ബംഗ്ലാവ് പൊതുവിൽ മന്ത്രിമാർ വാഴാത്ത ഇടമാണ്. ഒന്നുകിൽ പകുതി വെച്ച് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും സംസ്ഥാന മന്ത്രിസഭയിലേക്ക് മടങ്ങി വരില്ല എന്ന ചില വിശ്വാസങ്ങൾ, അന്ധവിശ്വാസം എന്ന് പറഞ്ഞു, വിശ്വാസം പറയാൻ കഴിയാത്ത അന്ധവിശ്വാസം രാഷ്ട്രീയക്കാർക്കിടയിൽ പൊതുവിൽ ഉണ്ട്. ആ ഒരു ഔദ്യോഗിക വസതിയാണ് ഇപ്പോൾ ആന്റണി രാജു ഒഴിയാൻ പോകുന്നത്. അവിടേക്ക് ആണ് ഗണേഷ് കുമാർ വരേണ്ടിയെന്ന്. പക്ഷെ അദ്ദേഹവും ഔദ്യോഗിക വസതി വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അത് സ്വാഭാവികമായും ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ മറിച്ചുള്ള ചർച്ചകളും പതിയെ ഉയർന്നു വന്നേക്കാം. ഇപ്പോൾ ഏതായാലും ഔദ്യോഗിക വസതിയിലേക്ക് മൻമോഹൻ ബംഗ്ലാവിലേക്ക് കെ.ബി. ഗണേഷ് കുമാർ ഉണ്ടാകില്ല. അത് ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി നൽകുന്ന വിശദീകരണം. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കെ.ബി. ഗണേഷ് കുമാർ. പക്ഷേ അത് പരിഗണിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല എന്നുള്ളതാണ് വി അരുൺ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലേക്ക്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് ഇതുവരെ വ്യക്തതയില്ല. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് വ്യത്യസ്ത നിലപാടാണെന്നതും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്നത്. പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചില്ല. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന അഭിപ്രായമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്. പക്ഷേ ദേശീയ നേതൃത്വം നിലപാടെടുക്കാത്തതിനാൽ ഇക്കാര്യം തുറന്നു പറയാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും. പാത്രക്കാരോട് പറയേണ്ടതല്ല അത്. പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കുക. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മൗനം തുടരുമ്പോൾ കെ മുരളീധരൻ നിലപാട് കടുപ്പിച്ചു. കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നിലപാടെന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞു. സമാന നിലപാട് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടും കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ
ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും കാണിക്കുന്ന പോലെ കോൺഗ്രസ്സിന് കാണിക്കാൻ വയ്യ. കാരണം അത് രണ്ടും വിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് യോജിച്ച തീരുമാനം പാർട്ടി എടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രശ്നത്തെ വൈകാരികമായി ഒരിക്കലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടിയോ സങ്കുചിതമായ താല്പര്യത്തിന് വേണ്ടിയോ ആരുപയോഗിച്ചു കഴിഞ്ഞാലും അത് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരമൊരു സംരംഭത്തിൽ ആരും ഇടപെടരുതെന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഏക മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഇതിലപ്പുറം മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. കോൺഗ്രസ് വിശ്വാസികളുടെ പാർട്ടിയാണെന്നും CPM സ്വീകരിക്കുന്നത് പോലുള്ള നിലപാടെടുക്കാൻ കഴിയില്ലെന്നുമാണ് വിമർശനത്തെ പ്രതിരോധിക്കാൻ നേതാക്കളുടെ വിശദീകരണം. എന്റെ അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീട്ടാനും ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ്. ഞാൻ ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ വേദിയായി കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് തോന്നുന്നു ഇതിൽ രാഷ്ട്രീയത്തിൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ആള് പോയാലോ പോയിട്ടെങ്കിലും ഒരു രാഷ്ട്രീയ അർത്ഥമുണ്ടാകും. ഇതിന് ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അതിലൊരു പാർട്ടിയായി തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. ഇന്ന് ആക്ച്വലി അവരെല്ലാവരും നാഗ്പൂരിലാണ്. ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ ചർച്ചയുണ്ടാവും. ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അറിയുമല്ലോ. അസാധാരണ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേതൃത്വം നേരിടുന്നത്. മുസ്ലിം സംഘടനകളുടെ വിമർശനവും CPM പോലുള്ള കക്ഷികൾ ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നതിനാൽ കേരളത്തിലെ നേതൃത്വമാണ് വലിയ ആശയക്കുഴപ്പത്തിൽ പെടുന്നത്. MG മിഥുനും ഐശ്വര്യ അനിലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, അക്ഷരാർത്ഥത്തിൽ ഒരു ത്രിശങ്കുവിൽ നിൽക്കുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ പങ്കെടുക്കാതിരുന്നാൽ തെരഞ്ഞെടുപ്പിൽ അടക്കം തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം പ്രധാനമായും ദേശീയ കോൺഗ്രസിൽ നേരിടുന്ന ഒരു വിഷയമാണ്. എങ്ങനെയായിരിക്കാം ഈ ഒരു വിഷയത്തെ സമീപിക്കുക? രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. ഇത്തരത്തിൽ ദിഗ്വിജയ് സിംഗ് ആണ് സോണിയാഗാന്ധി ഈ ചടങ്ങിൽ ക്ഷണിച്ചു എന്നുള്ള ആദ്യ പ്രതികരണം നടത്തുന്നത്. പിന്നാലെ സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം ആദ്യ പ്രതികരണം നടത്തുന്നു. പിന്നീടാണ് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസും CPM-ഉം ഒപ്പം തന്നെ JDU അടക്കമുള്ള പാർട്ടികൾ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അതേസമയം SP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ആദ്യം ശിവസേന ഇതുമായി ബന്ധപ്പെട്ട അറിയിച്ചിരുന്നത് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു. പക്ഷേ പിന്നീട് അവർ നിലപാട് മാറ്റുന്നതാണ് കാണാൻ സാധിച്ചത്. അതായത് ഇത് BJP നടത്തുന്ന ഒരു പരിപാടി മാത്രമാണുള്ളത്. BJPയുടെ പ്രകടന പത്രികകളുള്ള വാഗ്ദാനമാണിത്. അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ തങ്ങൾ എന്തിന് പങ്കെടുക്കണമെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഈ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കാനാകില്ല എന്ന നിലപാട് ശിവസേനയും ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് अरे राजनीति होती है, भारतीय जनता पार्टी के प्रोग्राम में कौन जाएगा? ये थोड़ी देश का राष्ट्रीय कार्यक्रम है। ये बीजेपी एक अपना खुद का उत्सव और प्रचार या सभा रैली ये कर रही है, उसमें पवित्रता कहाँ है? तो सर आप लोग इसके बाद जाएंगे? जरूर जाएंगे, क्यों नहीं जाएंगे? बीजेपी का कार्यक्रम खत्म होने के बाद जाएंगे. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ BJPയുടെ അജണ്ടയിൽ വീഴില്ല എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത്. ഇന്ന് കോൺഗ്രസിന്റെ 139ാമത് വാർഷിക ദിനമാണ്. മെഗാ റാലി ഉൾപ്പെടെയുള്ളവ നാഗ്പൂരിൽ അരങ്ങേറാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ നാഗ്പൂരിലുണ്ടായിരുന്നു. അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരോടുള്ള
ചോദ്യത്തിന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഒരു വരി പോലും അദ്ദേഹം പറയാൻ ഈ ഒരു വിഷയത്തിൽ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. स्थापना दिवस है, जब स्थापना दिवस के दिन हमारा कर्तव्य होता है कि एक बहुत बड़ी संख्या में हम मिलकर एक संदेश देना चाहते हैं देश को कि कांग्रेस पार्टी अपने विचारधारा से कभी झुकने वाले नहीं है और अपने विचारधारा से आगे बढ़ेगी और इसके लिए हम इस नागपुर से संदेश देना चाहते हैं। 2024 का आगाज कर रहे हैं यहाँ से, ये क्या कर रहे हैं? ये देखो, हर चीज में इलेक्शन नहीं होता, ये तो सेलिब्रेशन है और इसमें हमारे लोगों को डेफिनेटली संदेश देंगे कि 2024 को भी हम उस दृष्टि से भी अपने को काम करना। അതേസമയം എതിർപ്പുമായി കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് ഘടകവും ബംഗാൾ ഘടകവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് കഴിയുകയും ചെയ്തു. അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഹൃദയ ഭൂമിയിലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കണം, കോൺഗ്രസിന്റെ പ്രതിനിധി പങ്കെടുക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായും UP ഘടകം തന്നെയാണ് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് UPയിൽ നേടാനായത്. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ ആകെ 2 സീറ്റുകൾക്ക് മാത്രമാണ് നേടാനായത്. രാജസ്ഥാനിലാകട്ടെ 1 സീറ്റ് മാത്രമാണ് നേടാനായിട്ടുള്ളത്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ തിരിച്ചടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഭാവിയിലുണ്ടാകും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും. അത് വലിയൊരു അബദ്ധമായി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക നിലപാട് അറിയിക്കാൻ ഇതുവരെയും കോൺഗ്രസ് അധ്യക്ഷനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിലെ പല PCCകൾക്കും എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വം കൈക്കൊള്ളുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനം അറിയിക്കാനാകുക. ഇന്ന് നടക്കുന്ന ഈ മെഗാ റാലിക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് കൂടി തുടക്കം കുറിക്കാനാണ് ദേശീയ നേതൃത്വം കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ രീതിയിലുള്ള തിരിച്ചടിയാകാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ആശയക്കുഴപ്പം അകറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഐശ്വര്യ അനിൽ കൂടി ചേരുകയാണ്. ഐശ്വര്യ, പങ്കെടുക്കരുതെന്ന നിലപാട് കേരളത്തിലെ ചില മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഐശ്വര്യ. പക്ഷേ ഈ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ മൗനം തുടരുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഔദ്യോഗികമായ ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല, അല്ലേ? നിലപാടെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായ നിലപാട് പറയേണ്ട KPCC അധ്യക്ഷൻ തന്നെ അക്കാര്യത്തിൽ എന്ത് നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ട്. അതായത് ദേശീയ നേതൃത്വത്തിന് ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടോ അത് സാരമായി തന്നെ കേരള ഘടകത്തെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ചില നേതാക്കൾ മാത്രമാണ് പരസ്യമായി ഈ അയോധ്യ വിഷയത്തിൽ അതായത് പങ്കെടുക്കരുത് എന്നുള്ള കൃത്യമായ നിലപാട് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുള്ളത്. മറുവശത്ത് പല നേതാക്കളും ആ രീതിയിൽ വിഷയത്തിൽ ദേശീയ നേതൃത്വം തങ്ങളോട് അതായത് KPCC അധ്യക്ഷനോടാണ് വിഷയത്തിൽ നിലപാട് ചോദിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തോട് നിലപാട് ചോദിച്ചിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. മറുവശത്ത് K മുരളീധരൻ പറയുന്നത് കൃത്യമായി സംസ്ഥാനത്തിന്റെ നിലപാട് പങ്കെടുക്കരുത് എന്നുള്ള നിലപാട് KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആകെ മൊത്തത്തിൽ സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മടങ്ങുന്നു. ഒപ്പം തരൂരടക്കമുള്ള നേതാക്കൾ ഒരു ന്യായീകരണവുമായി കൂടി രംഗത്തെത്തുന്നു. അതായത് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ആർക്കാണോ ഇതിൽ ക്ഷണം കിട്ടിയിട്ടുള്ളത് ആ വ്യക്തിയാണ് തീരുമാനമെടുക്കേണ്ടത്. ശരി, ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രത്തിലാദ്യമായി കളരിത്തറയിൽ ഒരു കല്യാണം. തിരുവനന്തപുരത്തെ അഗസ്ത്യൻ കളരിയിലാണ് പരമ്പരാഗത കളരി പശ്ചാത്തലത്തിൽ കല്യാണം നടത്തുന്നത്. തത്സമയ സംരക്ഷണത്തിലേക്ക്.
കളരി അഭ്യാസികളായ രാഹുലും ശില്പയുമാണ് വിവാഹിതരാകുന്നത്. ശബരിമല ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് ശബരിമല നട തുറക്കും. ജനുവരി 15 മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46 മകരസംക്രമ പൂജ നടക്കും. പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് 5 നട തുറക്കും. 19 ശരം കുത്തിയിലേക്ക് എഴുന്നള്ളത്ത്. ജനുവരി 20 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5810 രൂപ, പവന് 46,480 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോഗ്രാമിന് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,520 രൂപ, ഔൺസിന് 1,09,484 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ